Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വ്ലോഗ് ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഹൗസ് വാമിങ്ങിന് നമുക്ക് ഗിഫ്റ്റും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ റൂമിൽ കയറി ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അടിയിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. ഇനി നമുക്ക് അടിയിൽ പോയിട്ട് സാധനങ്ങൾ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് അൺബോക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വൃത്തിക്ക് ഇൻട്രോ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം എടുക്കും. ഇപ്പം തന്നെ 11 മണി ആവാനായിക്കണം. അപ്പോൾ പിന്നെ വേഗം അൺബോക്സ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഒന്ന് പോയി ഉറങ്ങണം. നല്ല ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം അൺബോക്സ് ആക്കാൻ പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളും. അപ്പം ഇതൊക്കെ ഒന്ന് അൺബോക്സ് ആക്കണം. ഇതൊക്കെ നമ്മൾ ഒരു റൂമിൽ വന്ന് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളെല്ലാവരും ഈ റൂമിലോട്ടാണ് വന്ന് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ പിന്നെ ഇനി ഇത് വേറൊരിടത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് ആകെ ഉപയോഗിക്കാരം. അതുകൊണ്ട് നമുക്ക് ഈ റൂമിൽ നിന്ന് വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, പറഞ്ഞല്ലേ. ഇപ്പൊ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വന്ന് ഇതാക്കിയതാണ്. ഇമ്മിയും ഒക്കെ ഫുഡ് കഴിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം. ഒരുപാടൊന്നുമില്ല, ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് ബെറിനെ ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ച് കൊണ്ടുവന്നിക്കാണ് അല്ലേ? ഇവളി നമ്മൾ അൺബോക്സ് ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മള് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കിട്ടും എന്നാണ് എക്സ്പെക്ടേഷൻ ഇപ്പോ ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോ? കാലം കോട്ടം അത് മാറിക്കൊണ്ടത് നിന്റെ മേശിട്ട് പ്രശ്നണ്ടാക്കല്ലേ, അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എല്ലാവരും ഈ റൂമിലോട്ട് വിളിച്ചു കൂട്ടി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ ആൾക്കാർ കേട്ടോ. നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? ക്ലോക്കാണ്. ഇങ്ങോട്ട് എനിക്ക് ടൈം നമ്മുടെ ഫ്രൈ പാനാണ് അടുത്തത് തോന്നുന്നു. പെട്ടി അടിച്ചപ്പോ നമുക്ക് ഞാനിങ്ങനെ പൊട്ടിച്ചിങ്ങനെ കൈയിട്ടാണ്. ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ പൊട്ടിച്ചപ്പോ എന്ത് കിട്ടി? ഇനി പഠിപ്പിച്ചടിപ്പിച്ച് അങ്ങനത്തെ കട്ടികൾ മാത്രമാണ് ഞാനാണ് എടുത്ത് വെക്കലാണ്. വൃത്തിക്ക് പൊട്ടിക്കണ്ട, പൊട്ടിച്ചോ? എന്നാട്ടോ ചകിരി ഉണ്ട് കേട്ടോ. അതിന്റെ ഒപ്പം ബിരിയാണി ഇതിന് പേരുണ്ടാവുമല്ലോ. അതിന് പേരില്ല. ഇതിന് വാറന്റി ഇതൊക്കെ വാറന്റിയുള്ളവരല്ല. വേണമെന്നുള്ളവരല്ല. എന്താണ് അങ്ങനെ പറയണ്ട. വാങ്ങിയത് കാണുന്നുണ്ടെങ്കിൽ നന്ദിയുണ്ട്. സംഭവം ഇതിനൊക്കെ പേരെന്താന്ന് വെച്ചാ ഉമ്മ പേര് പറഞ്ഞെടുത്താ ഇതിന്റെ പേരെന്താ? എന്താ പറയാ? ഗിഫ്റ്റ്. ഇതിന്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ടാ. ഇതെന്താ നോക്കാട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഞാൻ മുറിച്ചു. ഇത് സംഭവമല്ല തന്നത്. ഇത് ചെറിയ മറ്റേ ചെറിയ നമ്മള് മറ്റേ അച്ചാറ്
ഇതൊക്കെ കൊടുക്കുന്നതാണ്. മദ്രസയിൽ സമ്മാനം കിട്ടുന്ന പോലത്തെ അതോ നബിദിനത്തിന് ഫസ്റ്റ് കിട്ടി. ഇത് മറ്റേ ഇതായിട്ട് ഇടാ. ഇത് വേസ്റ്റ് ആണിത്. സോപ്പ് ഇടാതെ വേസ്റ്റ് ആയിട്ട് ടേബിളിന്റെ മുകളിൽ വെക്കൂലേ? ടേബിളിന്റെ മേലെ വേസ്റ്റ് ഒന്നും അടച്ച് കുഴപ്പമില്ല. അത് വലിയ തൂക്ക് പിന്നാണ് നമുക്ക് പഞ്ചസാര പേരുണ്ടെങ്കിൽ ഇനിയിപ്പോ ആള് ചോദിച്ചു ഇത് ഇതിനെ എഴുതിക്കണേ. ഒരിക്കലും ഇതിലെ പേരെഴുതിക്കണം മറക്കാതിരിക്കാൻ. എന്റെ വീഡിയോഗ്രാഫർ അത് വരച്ചപ്പാണ് നിർത്തിട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും അറിയിക്കും. ഫോട്ടോ അടിക്കുക. വീഡിയോഗ്രാഫറുടെ ഫോട്ടോ അടിക്കാൻ ഇത് നമുക്ക് ഇതൊക്കെ ഇത് നമ്മള് വാങ്ങാനാ ഇത് എടുത്ത് വെക്കാനുണ്ട്. ആൾക്കാർ ഇന്നലെ ആലോചിച്ചിട്ട് ചുമ്മാ ഈ മുമ്പ് ഇത് ഞാൻ പിടിച്ചിട്ടോ. ഇത് ഡിന്നർ സെറ്റ് ആണ് അല്ലേ? അല്ല ആണല്ലോ. ഡിന്നർ സെറ്റ് തന്നെയാണ്. ഇവിടെ കൊടുത്തിട്ട് പറയാതെ അല്ല ഇത് ഡിന്നർ സെറ്റ് അല്ല. നിങ്ങളാ വാങ്ങണ്ടില്ലേ? കണ്ടോ അതിന്റെ ഒരു ഭാഗം കൂട്ടി എല്ലാം എനിക്ക് സൈഡത്തൊരു കണ്ടുവേണ്ടി. കത്തി നോക്കി കത്തി അത്ര നോക്കണ്ട. ഇത് മറ്റേ തൈരും തൊടുന്ന അച്ചാറും അത് ഡിന്നർ സെറ്റ് തന്നെയാണ്. ഡിന്നർ സെറ്റ് തന്നെയാണ്. പ്ലേറ്റ് അതെന്റെ ഉള്ളിൽ വെച്ചാൽ ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ട്. പ്ലേറ്റ് ഓറഞ്ച് കളറിലൊക്കെ ചുവപ്പ് കളറൊക്കെ ചുമക്ക് ഞാൻ പഠിക്കാം. അന്ന വേണ്ട. ഇതാണ് മാറ്റി ഇത് ഗ്ലാസ് ജഗ്ഗും ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ. അടിപൊളി. ഇതൊക്കെ പണ്ട് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇത് മാറ്റമില്ല. അടുത്ത ബോക്സ് നമ്മള് പൊട്ടിക്കാൻ പോവാണ്. ഇടയിൽ ചിലപ്പോ ഇത് പറയണമെന്നില്ല. അപ്പൊ നമ്മള് നേരിട്ട് പൊട്ടിച്ചു പോട്ടോ. നമ്മള് അതിന്റെ ഒരു ഊക്കിൽ നമ്മള് പൊട്ടിച്ചു പോവാണ്. അതെ കൈ തട്ടണ്ട. കയ്യില് തട്ടില്ല. ഇങ്ങനെ മുറിച്ചാലോ? ചായക്കറ്റിലാണ് കേട്ടോ. അവിടെ അതെന്തിനാ പൊട്ടിച്ചത്? എന്തിനാ പൊട്ടിച്ചത്? മനസ്സിലായില്ലേ? എന്നാലും നോക്കാം. ഇത് വേറെ മാറ്റ കിട്ടില്ല. അല്ല അതങ്ങനെ അതന്നെ ഞാൻ അപ്പളെ വിചാരിച്ചു. അപ്പളെ വിചാരിച്ചു. ഞങ്ങളുടെ ടേർഡ് മതി. അത് തട്ടുട്ടോ. തട്ട് നല്ല മൂച്ചുണ്ട്. കാക്കത്തിന്റെ വാണേലും കെറ്റില് ചായ കെറ്റില് അതിത് പൊടിച്ചോ. കട്ടിയോ? അതാണ് നല്ലത്. ഇത് മറ്റേ ബിരിയാണി കൊണ്ടാണ്. ഇത് ചിലപ്പോ ഈ ബോക്സ് കണ്ടിട്ട് ഉള്ളിൽ വേറെ എന്തെങ്കിലും സാധനം കാണാം. ഓരോ ഗ്ലാസ് കത്തിയല്ല അത് ഇളക്കുന്നതാണ്. ഇതൊന്ന് സെറ്റാണ്. അതിന്റെ അടുത്തുണ്ട്. എത്രണ്ണമാണ് എന്നാലും ഒന്ന് തൂക്കിക്കാണ്. ഒന്ന് കീഴ് കൊടുത്തു. ഒന്നതിന്റെ ഒപ്പം ഒന്ന് തൂക്കിക്കാണ്. മതി. എന്നാ ഞാൻ അടുത്തത് ഒരു ബ്ലൂ ബോക്സ് ഇട്ടിരുന്ന് നല്ല കാണാൻ പറ്റും. അത് രസം തോന്നുന്നു. സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ ഇത്? ഉണ്ടാവില്ലേ പച്ചേരി ഇത് വേറെ മറ്റേ ഓവർ ഗോഡിലൊക്കെ ഉണ്ടാവൂലേ? ഇത് കണ്ട ചിറിയിൽ പെട്ട എല്ലാരും ഇത് പൊളിച്ചു ചെയ്യുന്നു.
എന്നാ, ഇത് വേണ്ട. ഇത് തെറ്റായിട്ടോ. ഇത് ചായ. വീഡിയോ കണ്ടിട്ട് മുണ്ടാതിരിക്കും സമ്മാനം കൊടുക്കാൻ. ചായ കപ്പില്ലേ? ഇതാണ് ഇപ്പൊ നമ്മള് നെക്സ്റ്റ് ഇപ്പൊ പൊട്ടിച്ചത്. ഇതിലൊരു സ്റ്റാൻഡേർഡൈസ് ഒന്നുണ്ട്. അല്ല ഇത് നമുക്ക് ചായ കൊടുക്കാന്. അതന്നെ ഇത് ചായ കൊടുക്കാനൊക്കെ സെറ്റ്. പക്ഷെ ഇങ്ങനത്തെ ചായ ഇങ്ങനെ എടുക്കണുണ്ടാവില്ലേ? കുക്കറ ഒന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും നേരം നമ്മുടെ വീഡിയോ പിടിച്ചിരുന്ന ആളിതായിരുന്നു. ഇപ്പൊ ഇവിടെ വീഡിയോ എടുക്കണത് ഉമ്മയാണ്. ചെറുക്കൻ കുറച്ച് നാണക്കാരനാണ്. അതാണ് ക്യാമറന്റെ ബാക്കിൽ നിൽക്കുന്നത്. അവിടെ പുകഴ്ത്തി പറയുന്നത് അതെ ഇഷ്ടമല്ല. ശരിക്കും നന്നാവണം പിടിക്കണം. ഇത് ഞാൻ വാങ്ങണം ചിന്ത സാധനം നമ്മൾ കിട്ടി. സൂപ്പർ സൂപ്പർ. സ്പ്രേ ഒക്കെ അടിക്കണല്ലേ? ഓപ്പൺ ആക്കി നോക്കാം. അതൊന്നൊരു സെറ്റ് കണ്ടിട്ടില്ലേ? ആ അയ്യോ തലയിൽ ഞാൻ പൊട്ടിച്ചു. തലയിട്ടാണെങ്കിൽ ഇങ്ങനെ തിരിച്ചായി. അപ്പൊ ഇവിടെ ഇതാവൂലേ? അപ്പൊ അടിയിൽ നോക്കണ്ടേ? ഇല്ലല്ല, അത് അടിയിൽ പിടിച്ചാ മതി. തന്നെയാണ് സംഭവം. ഇതാണോ ഇതിന് സുഖല്ലേ? ഇത് നമ്മള് ഫിക്സ് ആക്കണോ? പിടി ഫിക്സ് ആക്കണ്ട. ഒന്ന് ഓപ്പൺ ആക്കണ്ട. പുറത്തെടുക്കണ്ടേ? പുറത്തെടുക്കണ്ടെന്ന് ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഉദ്ഘാടനം ചെയ്താലോ? മനസ്സിലാക്കിട്ട് ഇപ്പഴോ അത് ഉണ്ടാക്കണത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അർണിക്കാണ്ട് ചെറുമാനെ നീ ഏൽപ്പിക്കണം കേട്ടോ. ഇത് കൊടുത്തു. ഇത് പൊട്ടിച്ചോ കുറച്ച് വെയിറ്റ്. ഇത് നമ്മൾ ഇത് പൊട്ടിക്കാൻ പോവാണ്. അടിപൊളി. ഇത് പ്ലേറ്റ് ആണ്. ഇത് പ്ലേറ്റ് ആണ് കേട്ടോ. ചപ്പരം തോന്നി. കണ്ടിട്ട് നോക്കാം. അത് നല്ല എങ്ങനെ ഉള്ളില് ചാടി ഉണ്ടാവില്ല പ്ലേറ്റില്. ഇതിങ്ങനെ എടുത്താൽ മതി. പ്ലേറ്റ് തന്നെ. ഇത് കറുത്ത പ്ലേറ്റ് കുറച്ച് എടുക്കണ്ട. അതതിന്റെ അടിയിലും ഇതിന്റെ അടിയിൽ വേറൊരു ബോക്സ് കൂടി എടുത്തുല്ലോ. നന്നായി. സെറ്റോ ഗ്യാസ് ലൈറ്റ് മറ്റേ ഇതാണ് സിലിണ്ടറൊക്കെ ഉള്ള ടൈപ്പാണ്. ഫോട്ടോയൊക്കെ കട്ടാകുന്നോ? ആ പ്ലേറ്റ് അങ്ങോട്ട് കൊടുത്തോളൂ. ഇത് നല്ല ഭംഗിയുള്ള അത് ബ്ലാക്ക് പ്ലേറ്റ് ആയതുകൊണ്ട് അടിപൊളി. നമുക്ക് ചിപ്സ് അങ്ങനത്തെ അങ്ങനത്തെ ഇടാനായിട്ടുള്ളൂ. അല്ലാണ്ട് ചോറിന്റെ പ്ലേറ്റ് കൊടുക്കാറില്ല. എന്താ ബിരിയാണി ഇട്ടത്? അല്ലേ അത് രണ്ടെണ്ണത്തിനുള്ളു. രണ്ടെണ്ണുള്ളൂ. ഇങ്ങനെ പിന്നെയുള്ള വെള്ള പ്ലേറ്റ് അല്ലേ നമ്മുടെ ആണെങ്കിൽ ബിരിയാണി ഇടാ. ബിരിയാണി കട ചെറുത്തുണ്ട്. ഇത് എന്ത് ഗ്യാസാണ്? പറ്റിച്ചു. പറ്റിച്ചിക്കാണ്. ഞങ്ങൾ ഈ സാധനം ഇപ്പൊ തുറക്കുമ്പോ കിട്ടുന്ന കരുതിയത്. പക്ഷെ ഒരു ലോഡ് ഉണ്ടാവും. നല്ല അത് സംഭവം ബോക്സ് വേറെ ആക്കിട്ട് അങ്ങനെ ഇത്ര പ്രതീക്ഷിച്ചില്ല. അത് ഗ്ലാസ് ആണ്. ഇത് പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയതുകൊണ്ടാണ്. ഞാൻ ബ്ലോഗറാക്കി മാറ്റി. അതേപോലെ ഞാൻ പറയുന്നു നിങ്ങൾ ഗസ്റ്റ് ചെയ്യും. ഞാൻ പറയണ ചായക്കപ്പാണ്. ഞാൻ പറയുന്നത് അത് തുറന്നു നോക്കിട്ട് പറയാൻ പറ്റില്ല. ജ്യൂസ് ഗ്ലാസ് ആണ്. ജഡ്ജല്ല. ജ്യൂസ് ഗ്ലാസ് ആണ് ജ്യൂസ് ഞാൻ ഗ്ലാസ്. പറഞ്ഞത് നീ എന്ത് ഗ്ലാസ് ആണ് പൊട്ടണാണെന്ന് പറയുന്നത് നല്ലതെന്നാ. സ്റ്റാൻഡേർഡ് പോകും. ഞാൻ പറഞ്ഞ ചായ ഗ്ലാസ്. ഇത് ചായ ജ്യൂസ് ഗ്ലാസ് പിന്നെ പറഞ്ഞു. എന്നിട്ട് മനസ്സിലായിട്ടില്ല.
നോക്കണ്ട് എന്നിട്ട് അവിടെ വ്ളോഗർക്ക് മനസ്സിലായില്ല. എന്നാ കുക്കറാണ് കേട്ടോ, കുക്കറാണ് ഉമ്മാക്ക്. കുക്കർ കാണണോ? കുക്കർ കാണുന്നത് വേണ്ടല്ലോ. കുക്കർ ഉണ്ടല്ലോ ഇവിടെ. 5 ലിറ്ററിന്റെ കുക്കറാണ്. 5 ലിറ്ററിന്റെ കുക്കറാണ്. 5 ലിറ്റർ അത് കുക്കർ തന്നെയാണ്. കുക്കറാണ് 5 ലിറ്ററിന്റെ. അപ്പൊ പഴയ കുക്കർ വേണമെങ്കിൽ ഞങ്ങള് കോഴിക്കോട് പോകുമ്പോ വേണമെങ്കിൽ കൊണ്ടുപോകാം. വെച്ചുണ്ടാക്കാനില്ലേ? ഉണ്ടാക്കി കഴിക്കാം. അടുത്ത ബോക്സ് ചക്കര. കൊറേ സൂപ്പ്. അത് ജ്യൂസ് ഗ്ലാസ് അല്ല, അതെന്താണെന്നറിയോ? ജ്യൂസ് ഗ്ലാസ് ആവില്ല. അതെന്താണെന്നറിയോ? അത് ചട്ടിയാണ്. ഇത് ചട്ടിയല്ല, പാനാണ്. ചട്ടി ഞാനും മലയാളത്തിൽ പറഞ്ഞ ഫ്രൈ പാൻ. മലയാളത്തിൽ അങ്ങനെ പറയുന്നത്. പിന്നെ ആരാ ബ്ലോഗറാക്കി കൊടുക്കുന്നത്? എന്റെ സബ്സ്ക്രൈബേഴ്സ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നോ? സബ്സ്ക്രൈബ് ചെയ്ത് പറയാം. ഞാൻ പറയലുണ്ടല്ലോ എന്റെ വീഡിയോയിലൊന്നും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം ഇമ്മ ഇതില് ഓരോന്ന് കുക്ക് ചെയ്യുന്നത് നമ്മള് വീഡിയോ എടുക്കണായിരിക്കും. എടുക്കുന്നതായിരിക്കും. ഇതിനെല്ലാത്തിനും കഴുകാനുള്ള ഇതും തരുന്നുണ്ട്. ഓരോ പ്ലേറ്റിനും ഇപ്പൊ ഞാൻ അത് എടുക്കണം. അല്ല ഇത് കുറച്ച് അതിന് കിട്ടിയിരുന്നു. അപ്പൊ ഒന്ന് അല്ല അതിന് പച്ചമുളക്. ഇനിയിപ്പോ സംഭവം അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലാക്ക് ഇളകി പോരുന്നതിനാണ്. സ്മൂത്താണ്. ഇത് പൊട്ടിച്ചുമ്പോ നോക്കി പൊട്ടിച്ചേ. അതെന്താ അത് ഫ്രെയിം ഇങ്ങനെ പൊട്ടിച്ചാ. ഇത് ഫ്രെയിം ഇത് എന്തേലും ഇതിപ്പോ എവിടെ വെക്കുക? എന്തായാലും ഉസാറായിട്ട് അത് നമുക്ക് എവിടെയും വെക്കാം. എവിടെയെങ്കിലും നമ്മള് തൂക്കുക. ഇനി അടുത്തത് നമ്മള് പൊട്ടിക്കാണ്. തോന്നുന്നില്ല. ഇത് ടോസ്റ്ററാണ്. ഇത് മതി. ഇത് മറ്റേ ഇവിടെ വെക്കാം. ഇത് അതിനുള്ളില് കാണുന്നുണ്ടോ? സൂപ്പർ. അടുത്ത സമയം ഈ കവറ കൊണ്ടുവരുന്നത് അതാ ഇത് മറ്റേ ഇതിന് കാസർഗോഡ് ഓനാണത് പറഞ്ഞത്. ഇത് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? കുഴപ്പമില്ല കേട്ടോ. 15 അടുത്ത ബോക്സ് പൊട്ടിക്കാൻ പോവാണ്. സെറ്റായിട്ട് വരുന്നതാണ്. അല്ല ലെമൺ പറഞ്ഞില്ലേ നോക്കട്ടെ. ഇങ്ങോട്ട് തിരിച്ചിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ കൊടുക്കണ്ടോ? ഗ്ലാസ്സിലില്ല, ജഗ്ഗിലില്ല. ജഗ്ഗിന് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് എങ്ങനെ കൊടുത്തുള്ള ഗ്ലാസ് കിട്ടിയോ? അല്ല അങ്ങനെ ജ്യൂസ് ഗ്ലാസ് ഇതിന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് വാങ്ങേണ്ടി വരും. എടുത്തു കൊടുക്കും. ആശുപത്രി ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വാങ്ങാം. ചക്കര പൊടിക്കും പൊട്ടിക്കണത് നമ്മൾ കണ്ടിട്ട് ഇതിനെ കണ്ടിട്ട് ഇതെന്താണ് ഗസ് ചെയ്താ? അപ്പൊ അടുത്ത കുക്കറാണ്. രണ്ടാമത്തെ കുക്കർ. എന്തായാലും പഴയ കുക്കർ രണ്ടാമത്തെ ഇത് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും പഴയ കുക്കർ കോഴിക്കോട് എത്തും. പുതിയ തന്നെ ആണെങ്കിൽ
അതും ആവാം. അത് പൊട്ടിച്ചൊന്നും വേണ്ട ഇനി. ഇതടുത്തത് ഇതാ. ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി. ഇതാ എന്താ? ഇത് സുല്ലാമിന്റെ ഫ്രണ്ട് ഫ്രണ്ട് അടുത്ത പൊടിക്കാം. ആ ഇതാ അടുത്ത കാസറോളാണ്. ഓരോ ടൈപ്പിൽ ഇറങ്ങുന്നുണ്ടല്ലോ. ഇപ്പോ പാക്ക് ചെയ്ത കവറുകളാണ് നമുക്ക് കൂടുതൽ. ഇതിങ്ങനെ തിരിക്കണം. ഇത് പ്ലേറ്റ് ആണ്. പ്ലേറ്റ് ഡിന്നർ സെറ്റ് ആണ്. അങ്ങനെ തന്നെ പറയണോ? ഡിന്നർ സെറ്റ് 10 ഡിന്നർ സെറ്റ് കാണല്ലേ ഉറങ്ങിക്ക് അതാ കണക്കണത്. ഇത് ഡിന്നർ സെറ്റ് ആണ് സോന്യ. സ്പൂണൊക്കെ ഉണ്ടോ? ഇതിങ്ങനെയാണ്. ഇതിങ്ങനെയാണ്. ഇത് ഡിന്നർ സെറ്റ് തന്നെയാണ് അല്ലെ? ഇത് മറ്റേ നല്ല പ്യുവർ ഗ്ലാസ് ടൈപ്പ് ആണെന്നാണ് ഇതിൽ ചിത്രത്തിൽ കാണുന്നത്. ഉള്ളിൽ എന്താണ് ഇതിന്റെ സ്ഥിതി? ചിലത് ബ്ലാക്ക് ഒക്കെ ആയി മാറുന്നുണ്ട്. ഇത് ഒന്നാണെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് നല്ല റോസാപ്പൂവൊക്കെ വരുന്നുണ്ട്. സുരം കൂടുന്നുണ്ടോ? ഇത് പ്ലേറ്റ് അല്ല, ഇത് കാസറോളാണ്. ഫ്രെയിം ആണ് കേട്ടോ. കുറിച്ചൊക്കെ തരുമോ? എന്താ കാണില്ല, ഫോണിൽ കാണില്ല. ഹോളിലൊന്നുമില്ല അല്ലേ? ഇനി അടുത്തത് നമ്മള് സ്പീഡിൽ പൊട്ടിക്കണം. കാരണം ഉറങ്ങാൻ നേരായി. 12 മണിയുണ്ട്. 12 മണിയായി. 12 മണി ഉണ്ട്. നിങ്ങളെ ചൂടാവിടെ ഇത് ചെറിയ ക്ലാസ്സുകളാണ്. ഇനി നമ്മള് കടപടയാലും പൊട്ടിക്കണം. സമയല്ല, നമുക്ക് ഉറങ്ങണം. നെറ്റിക്കലാണെങ്കിൽ സെറ്റ് ആവാനാണ് സാധ്യത. ഡിന്നർ സെറ്റ് തന്നെയാണ്. ഭയങ്കര കെയറിങ്ങോട് കൂടെ പാക്ക് ചെയ്ത ഒരു പാക്കിംഗ് ആണ്. ഇത് ഇത്തിരി അത് മറ്റേത് ഡിന്നർ സെറ്റാണ്. നമുക്ക് അടിപൊളി സാധനം. സൂപ്പർ. നമുക്ക് കിട്ടിയതൊക്കെ ചെമ്പത്തി വന്നിട്ട് നമുക്ക് ഈ ചൂടാറാണ്ട് ഭക്ഷണം കഴിക്കാം. ഇത് പൊട്ടിക്കാൻ വേണം, കവറെടുക്കാൻ വേണ്ടി. 3 ഗ്യാസ് പൊട്ടിക്കുന്നു. അപ്പൊ ഇത് ഇതും നമ്മള് അങ്ങനെ അവസരമായി. അവസാനമായിട്ടില്ല. ലാസ്റ്റ് തന്നെ പൊട്ടിച്ചു. ഇതാണ് ലാസ്റ്റത്തത്. അത് ഞാൻ പൊട്ടിക്കും. അപ്പൊ ശരിയായിട്ട് ഫസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ എത്തിയത്. ലാസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ. ഫസ്റ്റ് ടൈം ശരിയായി. ഇപ്പൊ നമുക്ക് എല്ലാം ശരി. ശരിയായി. എല്ലാം സാറായി. അടിപൊളി. ഇതിനൊക്കെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. കൊറേ ഇങ്ങനത്തെ വന്നപ്പോ
അപ്പൊ ഇനി ഇത് നമ്മളെ എവിടെയൊക്കെ സെറ്റ് ആക്കിട്ട് ലാസ്റ്റ് നമ്മളെ എവിടെയും ഉമ്മ ഇതിന്റെയൊക്കെ ഓരോ സ്ഥലങ്ങള് ഓരോരോ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മള് കണ്ടിട്ടുണ്ട്. ഇതൊരു ഇതൊരു ഫാൻ. ഫാനാണ്. പിന്നെ വേറെ 2 ഫാന് ഓൾറെഡി നമ്മള് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഉറക്കം വരുന്ന സിറ്റുവേഷൻ ഉണ്ടോ നോക്ക്. ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ അൺബോക്സിംഗ് പരിപാടി നിന്ന് ഈ ഫാനോട് കൂടി നമ്മൾ നിർത്താണ്. ഓൾറെഡി 2 ഫാന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മള് പൊട്ടിച്ചു നോക്കി. അത് നമ്മള് എങ്ങനെ നോക്കാൻ വേണ്ടിട്ട് പൊട്ടിച്ചു. അപ്പൊ ഇനി അതും ഈ ഫാനും ഫിറ്റ് ആക്കണം. അതിന് മുമ്പ് 3 ഫാൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മള് ഫിറ്റ് ആക്കല് കഴിഞ്ഞു. റൂമിലൊക്കെ ഇങ്ങനെ കത്തി കിട്ടണമല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇത് അവസാനിക്കാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ഇത്രയുള്ളൂ. ബൈ പറയല്ലേ. ആശിപ്പോ മുണ്ടിട്ടില്ല വീഡിയോയില്. ഉറങ്ങി തൂങ്ങിയിരുന്നു. ബൈ പറയാം. ബൈ ബൈ എന്നെങ്കിലും പറയാം. റെഡി 1 2 3 ബൈ.